ഈ വിക്കറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈ വിക്കറ്റാണ്. ഓക്കെ, ഇത് സ്പിന്നേഴ്സിനെ അനുകൂലിക്കുന്ന വിക്കറ്റാണ്. ഇത് ഈ ഡ്രൈ വിക്കറ്റാണ്. അതായത് ബോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര സ്പീഡിന് വരത്തില്ല ബാറ്റ്സ്മാൻ്റെ അടുത്തേക്ക്. ഓക്കെ, അപ്പം നമ്മൾ വിക്കറ്റിനനുസരിച്ച് നമ്മുടെ ബോളിങ് പഠിക്കണം. അതായത് നമുക്ക് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ വേണം. നമുക്ക് ക്രിക്കറ്റിൽ ഗ്രീൻ വിക്കറ്റ് ഉണ്ടാവും, ഗ്രീൻ ടോപ്പ് വിക്കറ്റ്സ് ഉണ്ടാവും, ഹാർഡ് വിക്കറ്റ്സ് ഉണ്ടാവും, അതുപോലെ ഡ്രൈ വിക്കറ്റ്സും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വിക്കറ്റ്സ് നമുക്ക് കാണുമ്പോൾ അറിയാം, നമുക്ക് 2 ബോളൊക്കെ എറിയുമ്പോൾ അറിയാം എന്ത് ടൈപ്പ് വിക്കറ്റാണ്, അല്ലെങ്കിൽ കാണുമ്പോൾ അറിയാം എന്ത് ടൈപ്പ് പിച്ചാണ് അവിടെ ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഗ്രീൻ വിക്കറ്റാണ് കിടക്കുക, ഗ്രീൻ ടോപ്പ് വിക്കറ്റാണെങ്കിൽ നമ്മൾ എന്താ മാക്സിമം നോക്കണേ, ആ ഹാർഡ് ലെങ്ത്തിൽ ബോൾ കുറച്ച് സ്വിങ് ചെയ്താൽ കുറച്ച് ആ കണ്ടീഷൻസ് യൂസ് ചെയ്യാൻ നോക്കും. അതായത് കുറച്ച് ഹാർഡ് ലെങ്ത്തിൽ, അതായത് ജസ്റ്റ് ഷോട്ട് നമ്മളിന്ന് ടാർഗറ്റ് ട്രെയിനിങ്ങിന് കോൺ വെച്ച ഒരു ഏരിയ ഇല്ലേ, ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് മാക്സിമം അവിടെ ബാറ്റ്സ്മാനെ കളിപ്പിക്കാൻ നോക്കും. കാരണം ഗ്രീൻ ടോപ്പ് ആകുമ്പോൾ ഒബ്വിയസ്ലി വിക്കറ്റിൽ നിന്ന് നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ആ ഒരു സ്പീഡ് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും വിക്കറ്റിൽ നിന്ന്. അവിടെ നമ്മൾ ഒത്തിരി പോയിട്ട് മറ്റേ കട്ടേഴ്സോ അല്ലെങ്കിൽ വേരിയേഷൻസ് ഒന്നും ട്രൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്ക് അവിടെ ഹാർഡ് ലെങ്ത്തിൽ ബാറ്റ്സ്മാനെ നല്ല കളിപ്പിച്ച് വിക്കറ്റ് എടുക്കാൻ പറ്റും. ഇൻസിങ് ഔട്ട്സിങ് സാധനങ്ങളൊക്കെ കളിപ്പിച്ച് വിക്കറ്റ് എടുക്കും. വിക്കറ്റിൽ നല്ല അഡ്വാൻറ്റേജാണ്. ആ സെയിം സാധനം നമുക്ക് കുറച്ച് ഡ്രൈ വിക്കറ്റ് വന്നു, അതായത് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന വിക്കറ്റില്ല, അതുപോലത്തെ വിക്കറ്റ് വന്നാൽ നമ്മൾ കൂടുതൽ എന്താ ചെയ്യേണ്ടത്, കുറച്ചുകൂടി സ്ലോവേഴ്സ്, കട്ടേഴ്സ്, ഓഫ് കട്ടേഴ്സ്, അതുപോലെ ലെഗ് കട്ടർ, അങ്ങനെ വേരിയേഷൻസ് കൂടുതൽ മിക്സ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ എന്താ ബാറ്റ്സ്മാന് കുറച്ചുകൂടി ചലഞ്ചിങ് ആണ്. അതായത് നോർമൽ സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ട് കളിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുറച്ച് വേരിയേഷൻസ് മിക്സ് ചെയ്യണം, വിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ എന്താ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവിടെ നമുക്ക് ഡ്രൈ വിക്കറ്റ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന സ്ലോവേഴ്സ്, കട്ടേഴ്സ്, അതുള്ള വേരിയേഷൻസ് ആയിരിക്കും. എപ്പോഴും കുറച്ചുകൂടെ ഗ്രിപ്പിംഗ് കിട്ടും നമുക്ക്. അവർ വിചാരിക്കുന്ന സ്പീഡിലേക്ക് ബോളൊന്നും ചെല്ലത്തില്ല. ഓക്കെ, ആ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പഠിക്കണം. അതായത് ഹാർഡ് വിക്കറ്റ്സ് ആണെങ്കിലും സെയിം ഇതുപോലെ തന്നെ നല്ല ലെങ്ത്തുകൾ മിക്സ് ചെയ്യുക. അത് കുറച്ചുകൂടെ ബാറ്റിംഗ് അനുകൂലിക്കുന്ന വിക്കറ്റ്സ് ആയിരിക്കും. നമ്മൾ കുറച്ച് ഒബ്വിയസ്ലി നമ്മൾ ഫ്രാഞ്ചൈസി ടൂർണമെൻറ്റ്സും സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഹാർഡ് വിക്കറ്റ്സ് ആയിരിക്കും. ഓക്കെ, നല്ല ഹാർഡായിട്ടുള്ള നല്ല ബാറ്റിംഗ് വിക്കറ്റുകളായിരിക്കും, ബാറ്റിങ്ങിനെ അനുകൂലിക്കുന്ന വിക്കറ്റ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക.